ഹലോ, വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. കുറച്ച് വിശേഷങ്ങളൊന്നുമില്ല, ഒരു സാലഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് മാങ്ങ കൊണ്ടാണ് കേട്ടോ സാലഡ് ഉണ്ടാക്കുന്നത്. അപ്പം അതിന് വേണ്ടി അധികം പഴുക്കാത്ത ഒരു മാങ്ങ എടുത്തിട്ടുണ്ട്. അതുപോലത്തെ ഒരു കുക്കുംബർ, ഒരു ക്യാരറ്റ്, ഒരു തക്കാളി. ഞാൻ ഇത്ര മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇതിൽ നമുക്ക് പൈനാപ്പിൾ ആഡ് ചെയ്യാം, പിന്നെ മറ്റേ ആപ്പിൾ ഉണ്ടല്ലോ അത് ആഡ് ചെയ്യാം, ലെറ്റ്യൂസ് ആഡ് ചെയ്യാം, ഒനിയൻ വേണമെങ്കിൽ, സവാള അത് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഈ 4 സംഭവം മാത്രമേ എടുത്തിട്ടുള്ളൂ. നന്നായി കഴുകി മാറ്റി വെച്ചതിന് ശേഷം ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് റിമൂവ് ചെയ്യണേ. ക്യാരറ്റിൻ്റെ തൊലി കളയണം, കുക്കുംബർ അതുപോലെ മാങ്ങയുടെ തൊലിയാണെങ്കിലും കളയണം. മറ്റേ നമ്മളുടെ വീട്ടിലൊക്കെ ഉണ്ടാവുമല്ലോ ഈ മാങ്ങയുടെയും കുക്കുംബറിൻ്റെയൊക്കെ പീല് കളയുന്ന പീലർ ഉണ്ടാവും, അതിനോട് കളഞ്ഞാൽ മതി കേട്ടോ. അത് നല്ല ഈസിയായി റിമൂവ് ചെയ്യാൻ പറ്റും. ശ്രദ്ധിക്കേണ്ടത് അധികം പഴുക്കാത്ത മാങ്ങയാവണേ. അത്യാവശ്യം മധുരമുള്ളതും അധികം പഴുത്ത് പോവാത്ത മാങ്ങയായാൽ മാത്രം മതി. ഇനി ഇതെല്ലാം മാറ്റി വെച്ച് ഇതൊക്കെ ഒന്നും കൂടി കഴുകിയെടുത്തു. അപ്പോഴത്തേക്ക് ആരോ ബെല്ലടിച്ചത് നോക്കാൻ പോയതാണ് കേട്ടോ. മോളും മോനും കൂടി ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് പോയതാണ്. അപ്പോൾ എന്തൊക്കെയോ കിട്ടിയെന്ന് പറഞ്ഞു വരുന്നതാണ്. അപ്പോൾ അവിടെ നിന്നൊന്നും കഴിച്ചില്ല. അതൊക്കെ കൊണ്ട് വീട്ടിലേക്ക് വന്നിട്ടാണ് എല്ലാവരും കഴിച്ചത്. മോൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ജ്യൂസ് ഉണ്ടായിരുന്നു, ചിപ്സ് ഉണ്ടായിരുന്നു, ബർഗർ ഉണ്ടായിരുന്നു, ഒരു മഞ്ച് ഉണ്ടായിരുന്നു, കേക്ക് ഉണ്ടായിരുന്നു, പിന്നെ ഒരു ഫോട്ടോ ഫ്രെയിം ഉണ്ടായിരുന്നു, പിന്നെ എറേസർ, പെൻസില് അതിൻ്റെയൊക്കെ ഒരു കിറ്റ് ഉണ്ടായിരുന്നു. ഇത്രയും സാധനമാണ് കേട്ടോ കൊടുത്തത്. ഇങ്ങോട്ടൊക്കെ റിട്ടേൺ ഗിഫ്റ്റായിട്ടും കൊടുക്കും. അപ്പോൾ മാങ്ങയൊക്കെ ഞാൻ നല്ല സ്ലൈസായിട്ട് ആ ഒരു നൈഫ് കൊണ്ട് തന്നെ, നമ്മളെ പീലർ കൊണ്ട് തന്നെ ആ ഒരു സ്ലൈസിൽ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. മാങ്ങയാണെങ്കിലും ക്യാരറ്റ് ആണെങ്കിലും അതൊരു നീളത്തിൽ വരുമല്ലോ, ഒരു സ്ലൈസ് പോലെ വരുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. ഏത് രീതിയിൽ വേണമെങ്കിൽ കട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. നന്നായി എല്ലാം കൂടി കട്ട് ചെയ്തതിന് ശേഷം ഒരു ബൗളിലേക്ക് ഇതൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്. ഇതിന് നമ്മൾ തൈരൊന്നും ആഡ് ചെയ്യില്ല കേട്ടോ. ഇതിൽ 1/4 ടീസ്പൂൺ ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 1/4 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും ഒരു 1/2 ടീസ്പൂൺ ഹണിയും കൂടി ആഡ് ചെയ്യണം. ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കണം. ഒരു തണുപ്പ് കിട്ടാനാണ്. അതും കൂടി കഴിഞ്ഞ് നമുക്കിത് കഴിക്കാവുന്നതാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ചെറിയൊരു പുളിയും ചെറിയൊരു മധുരവും ഒക്കെ ആയിട്ട് അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. വെറൈറ്റി ആയിട്ട് ഒരു സാലഡ് ഉണ്ടാക്കി കഴിക്കാമല്ലോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. അടുത്തൊരു പുതിയൊരു വീഡിയോയുമായി കാണാം. ബൈ.